യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം പ്രശാന്ത സുന്ദരമായ ഈ പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും ഉള്ള എൻ്റെ സ്നേഹവന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ ഹൃദയത്തിൽ നിന്ന് നിർലോഭം അടർത്തി വിടർത്തി നൽകുന്നു. ഈ അനുഗ്രഹീതമായ ഈ പ്രശാന്ത സുന്ദരമായ പകലിൽ പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകിയ ആലോചനയ്ക്ക് ആധാരമായിരിക്കേണ്ടതിന് ശ്ലീഹ പൗലോസ് കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം പൊതുവിൽ വായിച്ച് സഹായിച്ചാലും, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 2-ാമത് വേദസൂക്തം. വായിച്ച് കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, ദൈവശ്വാസീയമായ അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി, അങ്ങയുടെ വചനത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി, അങ്ങയുടെ വചനം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളിൽ ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ അനുഭവിക്കേണ്ടതിന് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങൾ ഞങ്ങളിൽ ആത്മീക വർധനവിന് അങ്ങ് ഹേതുവാക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ യാചിക്കുന്നു സ്വർഗീയ നല്ല പിതാവേ, ആമീൻ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 2-ാമത് വാക്യം. ക്രിസ്തുവിൽ ഉള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. മാൻ ഇൻ ക്രൈസ്റ്റ്, ദ മാൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഉള്ള മനുഷ്യൻ. ആരാണ് ഈ ക്രിസ്തുവിലുള്ള മനുഷ്യൻ? 2, ക്രിസ്തുവിലുള്ള ഈ മനുഷ്യന്റെ 7 വിധ സവിശേഷതകൾ. ക്രിസ്തുവിൽ ഉള്ളത് കൊണ്ടുള്ള 7 സവിശേഷതകൾ. 3, എന്തുകൊണ്ട് ക്രിസ്തുവിൽ ആകണം? ഒന്നാമത്തെ പോയിന്റിന് 2 വാക്യങ്ങൾക്കകത്തു നിന്ന് ചുരുങ്ങിയ ഒരു മറുപടിയും, രണ്ടാമത്തതിന് 7 ഉത്തരങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ഉപദേശപരമായ വാക്യങ്ങൾ സ്ഥാപിച്ചു. മൂന്നാമത്തതിന് പ്രധാനപ്പെട്ട 2 വാക്യങ്ങളും അവയോട് ചേർന്നുള്ള ഉപവാക്യങ്ങളായുള്ള 2 വാക്യങ്ങളും ചേർത്തി പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകിയ ഈ ആലോചന 1, 2, 3, 4 ക്രമത്തിന് ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൃപയിൽ ശരണപ്പെടും. ഇന്ന് നാം കേൾക്കുന്ന വചനത്തിന് ജീവനുണ്ട് പ്രിയരെ. വചനത്തിന് ചൈതന്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും അതിന് മൂർച്ചയുണ്ട്. അത് അതിവേഗത്തിൽ പാഞ്ഞു ചെല്ലുന്നതാണ്. ഏറ്റവും വലുതിലും ഏറ്റവും ചെറുതിലും ഒരുപോലെ ക്രിയാത്മകമായ നില സൃഷ്ടിപ്പാൻ വചനത്തിന് ശേഷിയുണ്ട്. ദൈവത്തിൻ്റെ വചനം പൊഴിഞ്ഞിറങ്ങുന്ന മഞ്ഞ് പോലെയാണ്. ദൈവത്തിൻ്റെ വചനം അത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ ഉത്തമകരമാണ്. കർത്താവിൻ്റെ വചനം പ്രവാചക സൂക്തത്തിൽ കാണുന്നത് പോലെ അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. അതിശക്തമായ വചനം ഇന്ന് നമ്മിൽ വലിയ ക്രിയകൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യട്ടെ. എത്ര പേർ വചനത്തിൻ്റെ ആത്മാവിൻ്റെ മുൻപിലും വചനത്തിൻ്റെ ശക്തിക്ക് മുമ്പിലും സമർപ്പിതരാകുന്നു? ഇന്ന് പകൽ എന്നോട് സംസാരിക്കണമേ എന്നുള്ള കാംക്ഷയോടെ നമുക്കായിരിക്കാം. സ്തോത്രം. ശ്ലീഹ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് 2-ാമത് ഒരു ലേഖനം എഴുതാൻ കാരണമുണ്ട്. 1-ാമത് എഴുതിയ ലേഖനത്തെ തൻ്റെ ശുശ്രൂഷയാൽ സ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട സഭ വളർച്ച പ്രാപിച്ചപ്പോൾ
തൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തു. അങ്ങനെ ആളുകൾ വളരാറുണ്ട്. ധാരാളം പേർ ക്രൈസ്തവ കോളത്തിലും വളരാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, പാല് കൊടുത്ത കൈക്ക് കടി കിട്ടുക, കേട്ടിട്ടില്ലേ? പണ്ടൊരു മാനസിക രോഗിയെ ഡോക്ടർ ചികിത്സിച്ച് അദ്ദേഹത്തിന് ഒത്തിരി സൗഖ്യമായപ്പോൾ എങ്ങനെ ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ ചോദിക്കും അദ്ദേഹത്തോട്. ഒരിക്കൽ തന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ തനി ഭ്രാന്തനായിട്ടാണ് കിട്ടിയത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഡോക്ടറുടെ ഫീസ് തരണോ എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രമേൽ സൗഖ്യം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പൗലോസാണ് ഇവർക്ക് വചനം പറഞ്ഞു കൊടുത്തത്. പൗലോസ് സമയം ഇവർക്ക് വേണ്ടി ചെലവഴിച്ചു. പൗലോസാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പൗലോസിനെ കുറിച്ച്, ഇവരുടെ ഇടയിലുള്ള പ്രവൃത്തിയെക്കുറിച്ച് 1-ാം ലേഖനത്തിൽ നടുന്നവൻ എന്നുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. അപ്പോൾ ഈ പൗലോസിനോട് കാലം അതിൻ്റെ നിലയിൽ കാലുകുത്തി കടന്നുപോയപ്പോൾ കാലികമായി വളർച്ച പ്രാപിച്ച സംഘം ചോദിക്കുകയാണ്, കുറച്ചു പേര്, ഇത് പറയാൻ ഇവൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒരുത്തനാണോ? പൗലോസ് ആര് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നത് പൗലോസിന്റെ ചെവിയിലുമെത്തി. പൗലോസ് അതിന് മറുപടിയും കൂടെ ചാലിച്ചാണ് 2-ാം ലേഖനം എഴുതുന്നത്. ശ്ലീഹ പൗലോസ് 2-ാം ലേഖനം എഴുതുമ്പോൾ അതിന്റെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 1-ാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരുന്നു. ആരാണ് ഈ ക്രിസ്തുവിലുള്ള മനുഷ്യൻ എന്ന് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. 2 പ്രയോഗങ്ങൾ, വാക്യങ്ങൾ, 2 വാക്യങ്ങൾക്കകത്തുനിന്ന് 3 പ്രയോഗങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 1-ാമത്തെ വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ചാലും 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചു. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. പൗലോസ് ഒരിക്കൽ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് ജഡത്തിൽ പ്രശംസിക്കാൻ വകയുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നു പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമാകുന്നു. അടുത്തത് ജഡസംബന്ധമായ പ്രശംസയുടെ വാക്കുകളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെ കുറിച്ചും വെളിപ്പാടുകളെ കുറിച്ചും പറയാൻ പോവുകയാണ്. എന്നിട്ട് പൗലോസ് തുടങ്ങുന്നു, ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു, കിലിക്കിയിലെ തർസോസുകാരനായ മനുഷ്യൻ, റോമാ പൗരത്വമുള്ളവൻ, ജന്മം കൊണ്ടേ പൗരത്വമുള്ളവൻ, പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ, ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം സസൂക്ഷ്മം അഭ്യസനം പ്രാപിച്ചവൻ. നോക്കണേ, ജൂതമതത്തിൽ വളരെ എരിവുള്ളവൻ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ വസ്ത്രം കാത്തവൻ, സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ മാർഗക്കാരെ ബന്ധിക്കേണ്ടതിന് ഈ എരിവ് നിമിത്തം അധികാരപത്രം കൈക്കലാക്കി യാത്ര പുറപ്പെട്ടവൻ. നോക്കണേ, പൗലോസ്, ഈ പൗലോസിന് ജഡത്തിൽ പ്രശംസിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നിട്ട് താൻ അതൊക്കെ ഒന്ന് മറച്ചു വെച്ചിട്ട് പറയുന്നു, ഇതാരാണ് ഈ മനുഷ്യൻ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന്, ഞാൻ എന്ന പ്രയോഗം, ആമേൻ, ഞാൻ പറയാൻ പോകുന്നു, അതുകൊണ്ട് അത് പൗലോസാണ് എന്നുള്ളതിന്റെ സൂചകം 1-ാം വാക്യത്തിലുണ്ട്. ഇനി 2, 5-ാമത്തെ വാക്യത്തിൽ അവനെ കുറിച്ചോ, 5-ാമത്തെ വാക്യം വായിക്കാം. അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നിട്ട് പറഞ്ഞു എന്നെ കുറിച്ചോ. അപ്പൊ ഇത് 2 ആളാന്ന് തോന്നും. സ്തോത്രം. ഇവിടെ പൗലോസിനെ കുറിച്ച് തന്നെയാണ് ഇത് 2 പറഞ്ഞിരിക്കുന്നത്. അവനെ കുറിച്ചോ ഞാൻ എന്ത് ചെയ്യും? പ്രശംസിക്കും എന്ന് പറഞ്ഞിട്ടൊരു കുത്തല്ല, കുത്തിനോട് ചേർന്ന് കുത്തു മാത്രമല്ല ഒരു കോമയും കൂടെ ഉണ്ട്.
അതുകൊണ്ട് മുകളിലുള്ള ആശയത്തെ ഘടിപ്പിച്ചാണ് താഴെ വീണ്ടും എഴുതിയത്. എന്നെക്കുറിച്ചോ ഞാൻ എൻ്റെ ബലഹീനതകളിലല്ലാതെ, അർത്ഥം ഇതാണ്, എൻ്റെ ജഡത്തിലല്ല ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രശംസിക്കുന്നത്. പൗലോസ് പറയുന്നു, ജഡത്തിൽ എനിക്ക് പ്രശംസിക്കാൻ ഒത്തിരി കാര്യമുണ്ട്, ഞാൻ അതെല്ലാം എന്ത് ചെയ്യുക, മാറ്റിവെച്ചിട്ട് പൗലോസിന്റെ തൻ്റെ ആ മനുഷ്യത്വത്തെ മുഴുവനൊന്ന് മറച്ചു വെച്ചിട്ട് പറഞ്ഞു, ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തുവിലുള്ള ആ മനുഷ്യൻ സ്ലീഹ പൗലോസാണ്. പൗലോസേ, അങ്ങ് ധാരാളം പ്രശംസാ വിഷയങ്ങൾ അണിനിരത്താൻ മുൻപിൽ ഉണ്ടായിട്ടും ഇതൊന്നും അണിനിരത്താതെ അങ്ങെന്തിനാണ് ക്രിസ്തുവിലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ് അറിയിച്ചത്, ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്? ശ്രദ്ധിക്കണേ. നമ്മൾ പറയും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമുക്ക് അമേരിക്കൻ പൗരത്വമുണ്ടെങ്കിൽ, ഓസ്ട്രേലിയൻ പൗരത്വമുണ്ടെങ്കിൽ, കാനഡയിലാണെങ്കിൽ അവൻ US-ലാണ്, കാനഡയിലാണ്, ഓസ്ട്രേലിയയിലാണ്, അയർലൻഡിലാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറയാറുണ്ട്. എന്നാൽ അതൊക്കെ ഒരു അഭിമാനമാണ്, നല്ല കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ കയറിയ പൗലോസ്, ഞാൻ കിലിക്കിയക്കാരനാണ്, താർസോസുകാരനാണ്, ഞാൻ റോമ പൗരത്വമുണ്ട്, ഇതൊക്കെ പറയാൻ ഉള്ള സാധ്യതകളുള്ള മനുഷ്യൻ അതിന് എല്ലാം ഒരു തിരശീല കൊണ്ടങ്ങ് മറച്ചു വെച്ചിട്ട് പറഞ്ഞു, അതിനേക്കാളെല്ലാം വലിയ അമ്മൻ ഒരു അഭിമാന വിഷയമായി താൻ കണ്ടു, താൻ ക്രിസ്തുവിലാണ് എന്നുള്ളത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാമോ? ലോകത്തിലുള്ള ഏത് സ്ഥാനമാന പദവിയേക്കാൾ കൂടുതൽ, ആമേൻ, സ്തോത്രം, ആമേൻ, ഞാൻ ക്രിസ്തുവിലാണ് എന്നുള്ളത് അതിന് മീതെയുള്ളൊരു പദവിയായി ഇന്ന് ഈ ആരാധനയ്ക്കകത്തിരുന്ന ഹൃദയം കൊണ്ട് എണ്ണുന്ന ദൈവമക്കൾ, ആ ഒരു നിലയിൽ ചിന്തിക്കുന്നവർ ഈ ദൂത് ഏറ്റെടുത്ത്, അവൻ ഈ വചനം ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. സ്തോത്രം, ആമേൻ. നാം ആരും സാത്താനിലല്ല, നാം എല്ലാവരും എവിടെയാണ്? ഒന്ന് പറ പ്രിയരെ, ഞാൻ ക്രിസ്തുവിൽ ആയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും? ചിലപ്പോൾ ചില വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് നല്ലതാണ്, വാ തുറന്ന് പറയുന്നത് നല്ലതാണ്. നമ്മുടെ അവൻ അടുത്തിരിക്കുന്നവരോടൊക്കെ ഒന്ന് അഭിമാനത്തോടെ ചിരിച്ച മുഖത്തോടെ പറയുന്നത് നല്ലതാണ്. ഞാൻ ക്രിസ്തുവിലാകുന്നതിൽ അഭിമാനം കൊള്ളുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളെപ്പോലുള്ള കർത്താവിന്റെ ദാസന്മാർ കർത്താവിന്റെ ദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നതിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അഭിമാനം കൊള്ളുന്നു. സ്തോത്രം ചെയ്യാമോ? അതിനെ ഒരു പദവിയായി, അതിനെ ഒരു മാന്യതയായി, അതിനെ ഒരു ശ്രേഷ്ഠതയായി, അവൻ സ്തോത്രം, അതിനെ അവൻ ഒരു പ്രശംസാ കിരീടമായി കാണുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നോക്കണേ, ക്രിസ്തുവിൽ. ഇനി വിഷയത്തിന്റെ വേഗത്തിൽ ഒന്ന് രണ്ട് ഭാഗത്തേക്ക് പോകാൻ. ക്രിസ്തുവിൽ ഉള്ളവന്റെ, പൗലോസ് അപ്പോൾ ക്രിസ്തുവിൽ ഉള്ളവനാണ്. പെട്ടെന്ന് നമുക്കൊരു സംശയം കൂടെ ഒന്ന് നീങ്ങാൻ വേണ്ടി ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് പറയുന്നു. നമ്മളിൽ പെട്ടെന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് ശൗല് പൗലോസായി, അല്ലേ? ശൗല്, സ്തോത്രം. അതിന് വലിയ അർത്ഥമൊന്നുമില്ല. ആ കാലത്ത് ജീവിച്ചിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ പലർക്കും രണ്ടുപേരുണ്ടായിരുന്നു. അന്ന് ഈ പൗലോസ് എന്നുള്ളത് ഒരു യവനായ ലാറ്റിനും കൂടെ ചേർന്ന ഒരു പ്രയോഗമാണ്. എന്നാൽ ശൗൽ എന്നുള്ളത് ഹീബ്രു നെയിമാണ്. അപ്പോൾ യഹൂദന്മാർക്ക് ആ കാലത്ത് രണ്ട് പേരുണ്ടായിരുന്നു. ആ രണ്ട് പേര് മാത്രം വെളിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ദമസ്കോസിന്റെ സമീപേ വെച്ച് നീ ശൗലാകുന്നു, നീ പൗലോസായി മാറാൻ പോകുകയാകുന്നു, അങ്ങനെയൊന്നും പേര് കർത്താവ് അവിടെ മാറ്റിയിട്ടില്ല. പുസ്തകത്തിലുള്ളത് പറഞ്ഞാൽ പോരെ? സ്തോത്രം,
ആമേൻ. ദമസ്കോസിന് സമീപ എന്ന വാക്ക് ഉച്ചരിക്കുന്നതാണ് നല്ലത്. അതിനപ്പുറത്തോട്ട് പട്ടി വാതിലും കട്ടളയൊന്നും ഇളക്കാൻ പോകാതിരിക്കുന്നത് നല്ലതാണ്. ഉള്ളത് പറഞ്ഞാൽ, ഈ ഉള്ളത് പറഞ്ഞ് പഠിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയാവോ? ഉള്ളത് പറഞ്ഞാൽ നമുക്ക് ഉള്ളതെന്നും പറയാം. ഈ കേട്ട്, പണ്ട് മേരി കോവൂർ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയുമായിരുന്നു. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു പട്ടി കള്ളനെ കണ്ടു കുറച്ചു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ആ പ്രസംഗം. കേട്ടുകുരച്ച പട്ടി ഇവിടെ കുര കേട്ട അപ്പുറത്തെ വീട്ടിലെ കൂട്ടിക്കിടന്ന പട്ടി കുരച്ചു. അതിൻ്റെ അപ്പുറത്തെ കൂട്ടിലെ പട്ടി കുരച്ചു. ആ ഗ്രാമത്തിലെ മുഴുവൻ പട്ടിയും കുരച്ചു. കേട്ട് കുരച്ചതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കുര നിർത്തി. കണ്ടതെന്ത് ചെയ്തില്ല? എൻ്റെ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇതിനകത്തെ വാക്യം കണ്ട് കുരയ്ക്കുകയല്ല, പറഞ്ഞാൽ മതി. സ്തോത്രം. ഈ കേട്ട് പറയുമ്പോൾ ചിലപ്പം ആന ആടായി പോകും, ആട് ആമയായി പോകും, പിന്നെ ആമ അമീബയായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണേ പ്രിയരെ, ഇതിനെ എന്ത് ചെയ്യരുത്? നമുക്ക് പുസ്തകത്തിലുള്ളതുപോലെ ചിന്തിക്കാം. അപ്പോൾ ഈ ഏഴ് വിധ സവിശേഷതകൾ പൗലോസ് തന്നെ പറയുന്നു തൻ്റെ ലേഖനങ്ങൾക്കകത്ത്. ഒരാൾ ക്രിസ്തുവിലായാൽ 7 വിധ സവിശേഷത കൊണ്ട്, വേറെ ആരുമല്ല, പൗലോസ് എന്നാ പറഞ്ഞത്. അപ്പൊ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവില്, ഞാൻ എന്നല്ല, ക്രിസ്തുവിൽ ഒരു മനുഷ്യരെ അറിയുന്നത് പൗലോസാണ്. അപ്പോൾ ക്രിസ്തുവിലുള്ളവനിൽ ഉള്ള 7 സവിശേഷതകൾ. 1, റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവിടെ ക്രിസ്തു യേശു എന്ന പ്രയോഗം ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെയാണ് ആ പ്രയോഗം കൊടുത്തിട്ടുള്ളത്. ക്രിസ്തു എന്നുള്ളത് സമ്പൂർണ്ണ ദൈവത്വനാമമാണ്. ആ ക്രിസ്തു യേശു അതൊക്കെ കറക്റ്റ് പ്രയോഗമാണ്. പൗലോസ് ഒട്ടും തെറ്റില്ലാതാണ് എഴുതിയത്. അത് പരിഭാഷപ്പെടുത്തിയവരും അച്ചുകൂട് കണ്ടുപിടിച്ച് കേരളത്തിൽ അത് എഴുതിയവരും തെറ്റില്ലാതെ തന്നെയാണ് പഠിപ്പിച്ചേക്കുന്നത്. ക്രിസ്തുയേശുവിലുള്ള, ഇത്രയും തെറ്റില്ലാതെ നമ്മുടെ കൈ വരെ കിട്ടിയെങ്കിൽ ഇനി തെറ്റില്ലാതെ നമ്മളത് ഉച്ചരിക്കണം. ആമേൻ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ച 1-ാമത്തെ പോയിന്റ്, പൗലോസ് ക്രിസ്തുയേശുവിലാണ്. ക്രിസ്തുയേശുവിലായപ്പോൾ സ്തോത്രം, താൻ ശിക്ഷാവിധിയിൽ നിന്ന്, ഒന്നും കൂടെ തെരിഞ്ഞു പറയാം, ശിക്ഷ ഒഴിവാക്കപ്പെട്ടവനാണ്. ആര്? ക്രിസ്തുയേശുവിലുള്ളവൻ. പൗലോസേ, അങ്ങയുടെ മേൽ ശിക്ഷയുണ്ടായിരുന്നോ? ആമേൻ. തിമത്യോസിന് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ താൻ പറയുന്നത്, ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. എന്നിട്ട് പൗലോസ് പിന്നെയും പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ദൈവസഭയെ മുടിച്ചവനാണ്. സ്തോത്രം. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ അതിന് കൂട്ടുനിന്നവനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകം ചെയ്യിച്ചവനാണ്, അതിന് കൂട്ടുനിന്നവനാണ്. അവൻ ഈ മാർഗക്കാരെ ബന്ധിക്കേണ്ടതിന് അധികാരപത്രം മേടിച്ചവൻ, അവർക്കെതിരെ പ്രവർത്തിച്ചവനാണ്. ദമസ്കോസിന്റെ സമീപേ വെച്ച് അവൻ സനാതനനായ സർവശക്തനായ, മുഖം സൂര്യം ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ശോഭയുള്ള സപ്തമഹിമ അവൻ നിറഞ്ഞിരിക്കുന്ന സപ്തമഹിമയുടെ പൂർണ്ണതയായ യേശുവിനെ നട്ടുച്ചയ്ക്ക് അവൻ കണ്ടുമുട്ടിയപ്പോ സൂര്യനെ വെല്ലുന്ന ഒരു വലിയൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നിയ ആ സമയത്ത്, സ്തോത്രം, അവൻ ആ യേശു കർത്താവിന്റെ ചോദ്യം, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അതുകൊണ്ട് അവൻ, ദൈവം തന്നെ പറഞ്ഞു, നീ എന്നെ ഉപദ്രവിക്കുന്നവനാണ്. ഇത്രയും ചെയ്തവന് ശിക്ഷയില്ലെന്നോ? അതുകൊണ്ട് പൗലോസ് പറഞ്ഞ, ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. എന്നാൽ ആമേൻ, സ്തോത്രം, ക്രിസ്തുയേശുവിലായി കഴിഞ്ഞപ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞുപോയി. അവനെ കുറിച്ചുള്ള ക്ലീൻ, ആമേൻ, സ്തോത്രം, കുറ്റപത്രം മാറ്റി ക്ലീൻ ഷീറ്റ് നൽകി. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്
ഒരു ശിക്ഷാവധിയില്ല. ഇനി അവിടുത്തെ വാക്യം പെന്തക്കോസ്തുകാരെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്നവരുണ്ട്, അതും കൂടെ ഒന്ന് തിരുത്തി വിടാം. ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഇന്ന് ഈ ഞായറാഴ്ച എന്നല്ല. സ്തോത്രം. അതിൻ്റെ ഒരു ഉത്തരം ഞാൻ എൻ്റെ വിഷയമല്ല പറഞ്ഞു പോകാം, ഒരു തിരുത്തും കൂടെ നൽകിയിട്ട്. ആമേൻ. ഇപ്പോഴാകുന്നു. ആ ഇപ്പോഴേതാ? ഇന്നെന്നാണോ? സ്തോത്രം. 69ഉം 70ഉം ആഴ്ചവട്ടങ്ങൾക്ക് ഇടയിലുള്ള ബ്രാക്കറ്റ് പീരീഡായ സുപ്രസാദകാലം, കൃപായുഗം, അതിനെയാണ് ആമേൻ ഇപ്പോൾ എന്ന പ്രയോഗം അവിടെ കൊടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്നുള്ളത് നമ്മളോടുള്ള ബന്ധത്തിൽ നാം ഏറ്റെടുക്കണം. ഇങ്ങനെയാണ്: രക്ഷിക്കപ്പെട്ടവർ. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. രക്ഷിക്കപ്പെട്ടവർ, ക്രിസ്തുവിലുള്ളവർ. ഹല്ലേലൂയ. ഞായറാഴ്ച മാത്രമുള്ളൊരവസ്ഥയല്ല ക്രിസ്തുവിലുള്ള അവസ്ഥ. അങ്ങനൊരവസ്ഥയുടെ രക്ഷയല്ല കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്തോത്രം. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. അപ്പോൾ ശിക്ഷ എന്ത് ചെയ്തു? ഒഴിഞ്ഞുപോയി. ഏതാ ശിക്ഷ? വെളിപ്പാട് പുസ്തകം 20:15 കാണുന്ന ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക, അതാണ് ശിക്ഷ. അപ്പോൾ ഒരുത്തൻ ക്രിസ്തുവേശുവിലായാൽ, അവൻ ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു. ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ, ഒന്ന്, അവൻ ശിക്ഷയൊടിഞ്ഞവനാണ്. 2, ഇനി അല്പം വേഗത കൂട്ടുകയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ, സ്തോത്രം, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവനിൽ ക്രിസ്തുവിലുള്ളവൻ ഒന്ന്, അവൻ ലോകസ്ഥാപനത്തിന് മുന്നമേ അവനിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. സ്തോത്രം. ഈ വിഷയം കാലഘട്ടത്തിലെ പെന്തക്കോസ്തുകാർ എത്ര പേര് ഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ലോകസ്ഥാപനത്തിന് മുന്നമേ, അതിൻ്റെ ശരിയായ പ്രയോഗം സമയസ്ഥാപനത്തിന് മുന്നമേ, കാലസ്ഥാപനത്തിന് മുന്നമേ. സ്തോത്രം. ആമേൻ. നാം തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. എങ്ങനെ? അവിടെ ഒരു വാക്കുണ്ട്, അവനിൽ തിരഞ്ഞെടുക്കുകയും. യേശു ക്രിസ്തു വരും എന്നുള്ളത് BC 4000 ആ കാലത്തെ സ്പർശിച്ചു നിൽക്കുന്ന സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയുടെ സന്തതി ഗലാത്യർ 4:4 അതിന്റെ പ്രത്യക്ഷരമായി നിവർത്തിയായി കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് വന്ന അവിടുത്തെ ഓമനകുമാരനായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിലൂടെ നോക്കുമ്പം ഈ പുറമറ്റത്തുള്ള അച്ചായന്മാരെ, ആന്റിമാരെ, ഇവിടെയുള്ള മക്കളെ യേശു ക്രിസ്തുവിൽ കൂടെ ന്യായപ്രമാണത്തിന്റെ കണ്ണാടി വെച്ച് നോക്കുമ്പോ, ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചേ, ന്യായപ്രമാണത്തിന്റെ കണ്ണാടി വെച്ച് നോക്കുമ്പോ നമ്മളെ ഒന്നും കാണാൻ പറ്റത്തില്ല. എന്നാൽ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ കണ്ണാടി വെച്ച് നോക്കുമ്പോൾ, ക്രിസ്തുവേശുവിലൂടെ നോക്കുമ്പോൾ, പുറമറ്റത്ത് കുറെ പേര് കൂടിയിരുന്ന് മക്കളെന്നുള്ള പ്രാഗൽഭ്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാം. ക്രിസ്തുവേശുവിൽ കൂടെ നമ്മെ തിരഞ്ഞെടുത്തു. ഞാൻ ഒരിക്കൽ എറണാകുളത്തിനടുത്ത് IPCയുടെ ഒരു ലീഡിംഗ് സഭയുടെ പാസ്റ്റർ ആയിരുന്നപ്പോൾ, ആ സഭാഹോളിൻ്റെ മുമ്പിലൂടെ പോകുന്നൊരു റോഡ്, ആ റോഡിൻ്റെ പേര് ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ പേര് കിടക്കുന്നത് കൊച്ചി ടു ധനേഷ്കോടി എന്നാണ്. ധനേഷ്കോടി ഹൈവേ. അപ്പോൾ കൊച്ചി ഞാൻ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്, എന്നാൽ രാമേശ്വരം വരെയൊക്കെ പോയിട്ടുണ്ട്. ഇനി ധനേഷ്കോടി എനിക്ക് വലിയ കണ്ടിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഒരു ദിവസം ഫ്രീ ആയൊരു സമയം, മുമ്പിൽ കൂടെ കിടക്കുന്ന റോഡ് എവിടം വരെ പോകുമെന്നൊന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഒരു പോക്കങ്ങ് പോയി. ഒരു കാരണവും കൂടെ ഉണ്ടായിരുന്നു പോകാൻ, ചുമ്മാരു പോക്കല്ല, ഒരു പോക്കങ്ങ് പോയി രാമനാഥപുരം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ധനുഷ്കോടിയിൽ ഞാൻ ചെന്നു. ഒരു മീൻ വണ്ടി കയറിയാ പോയത്. വണ്ടിയൊന്നും അന്നേരം ബസ്സൊന്നും അങ്ങോട്ടില്ല. ഒരു മീൻ കൊണ്ടുപോകുന്ന വണ്ടിയുടെ ബോഡിയുടെ പുറത്ത് കയറിയിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ കാഴ്ച കാണാമല്ലോ. ധനുഷ്കോടി പോയി.
ധനേഷ്കോടി പോയപ്പോൾ ഉണ്ട്, എന്നോട് ആരോ പറഞ്ഞു അവിടുന്ന് നോക്കിയാൽ ശ്രീലങ്ക കാണാമെന്ന്. ഞാൻ നോക്കിയിട്ട് സിലോണും കാണാനില്ല, ഒന്നും കാണാനില്ല. അന്നേരം കൊണ്ട് കുറച്ച് ആൾക്കാർ ദൂരദർശിനി വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് നോക്കുന്നു. അപ്പോൾ കാണാനുണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ കാണാനുണ്ടെന്നൊക്കെ പറയുന്നവരുടെ അടുത്തോട്ട് കൂടി ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് കാണിച്ചു തരാമോ? അതിനകത്തൂടെ നോക്കിയപ്പോൾ ഞാൻ കണ്ടേ സിലോണിൻ്റെ മണ്ണ്. വല്ലതും മനസ്സിലാകുന്നോ പ്രിയമുള്ളവരെ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, യേശുക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ നാം ഓരോരുത്തരെയും കാണാൻ പറ്റും. സന്തോഷത്തോടെ ദൈവത്തിൽ നിന്ന് മഹത്വം കരേറ്റാം. ക്രിസ്തുവേശുവിൽ കൂടെ നമ്മെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഒന്ന്, ക്രിസ്തുവിലുള്ളവൻ ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവൻ. എപ്പോൾ മുതൽ? ലോകസ്ഥാപനത്തിന് മുന്നമേ. 3 എഫെസ്യ ലേഖനം 1-7 വാക്യം, അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആരാണ് അവൻ? സ്തോത്രം. ക്രിസ്തുവിലുള്ള മനുഷ്യൻ ആര്? വീണ്ടെടുക്കപ്പെട്ടവനാണ്. വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം വിസ്തരിപ്പാൻ വിസ്താരമയമകത്ത്. അതുകൊണ്ട് ചുരുക്കി പറയാം, നഷ്ടപ്പെട്ടു പോയതിന് എന്ത് വില വരുമോ ആ വില നൽകി അതിനെ തിരികെ മേടിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വീണ്ടെടുപ്പ്. അവിടുന്ന് വീണ്ടെടുക്കേണ്ടതിന് അവൻ മുതലുള്ളവനായി, അവിടുന്ന് വീണ്ടെടുക്കേണ്ടതിന് മനസ്സുള്ളവനായി, അവിടുന്ന് വീണ്ടെടുക്കേണ്ടതിന് ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായി, അവിടുന്ന് വീണ്ടെടുപ്പുകാരനായി ഉലകത്തിൽ അവതരിച്ചിട്ട് അവൻ കണ്ണിനും ദയ തോന്നാതെ നിന്നവനായ നമ്മെ അവൻ സ്തോത്രം ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ കന്യരായി പ്രത്യാശയില്ലാത്തവരായി പാർത്തിരുന്നവരായ അവൻ സ്തോത്രം നമ്മെ അവിടുത്തെ ഓമനകുമാരൻ അവൻ വീണ്ടെടുത്തു. വില എന്താണെന്നറിയാവോ? അവിടുത്തെ ഏകജാതനായ പുത്രന്റെ അവസാന തുള്ളി രക്തം വരെയാണ്. സന്തോഷത്തോടെ ഈ ദൂതേറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ ദൈവ പൈതലെ നിന്നെ കൊണ്ടുവന്ന് ഇരുത്താൻ സ്വർഗം മുടക്കിയ വില അവിടുത്തെ ഓമനകുമാരന്റെ ജീവരക്തമാണ്. അവൻ അതുകൊണ്ട് സഭയെ നോക്കി അവൻ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നു. അവന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. അവൻ ആ സഭയോട് ചേർന്ന് നിൽക്കുന്ന പുറമറ്റ സഭയോട് ആത്മനിയോഗത്തോടെ ദൂത് വിളിച്ചു പറയുകയാണ്, ഈ സഭ അവൻ സ്വർഗത്തിന് വില മുടക്കുള്ളതാണ്. ആ വില അവിടുന്ന് നിർണയിക്കാൻ പറ്റാത്ത വിലയാണ്. വിലയേറിയ രക്തമാണ്. യേശുവിൻ്റെ വിലമതിക്കാൻ പറ്റാത്ത പുണ്യാഹ രക്തം മറുവിലയായി നൽകി വിലയ്ക്ക് വാങ്ങി. 4 കൊലോസ്യ ലേഖനം അതിൻ്റെ 2-11 വാക്യമാണ്. ആ വാക്യം ഒന്ന് വായിക്കണം. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. കർമ്മകാണ്ഡ പുഷ്കരമായ ന്യായപ്രമാണ യുഗത്തിന്റെ സ്തോത്രം ഉള്ളിലേക്ക് നോക്കിയാൽ, ന്യായപ്രമാണത്തിന്റെ ഉള്ളിലേക്ക് കയറിയാൽ മൂർച്ചയുള്ളൊരു കത്തി, ചുരച്ച മൂർച്ച കൂട്ടിയൊരു കത്തി. ആ കത്തിയുമായി ന്യായപ്രമാണത്തിന്റെ ആചാര്യൻ 8-ാം നാളിൽ അവൻ ജനിക്കുന്ന ആൺ സന്തതിയെ പരിച്ഛേദന ചെയ്യും. അത് ന്യായപ്രമാണത്തിന്റെ നിയമമാണ്, നീതിയാണ്. എന്ന പുതിയ നിയമത്തിൽ സ്തോത്രം ഒരു പരിച്ഛേദനയുണ്ട്. ആ പരിച്ഛേദന ന്യായപ്രമാണത്തിന്റെ പോലെ ആചാര്യന്റെ അവൻ കയ്യിൽ ഉരച്ചുരച്ച് മിനക്കിയ കത്തി കൊണ്ടല്ല. ഹല്ലേലൂയ. ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള
അവൻ ദൈവത്തിന്റെ വചനമെന്ന ആ മൂർച്ചയുള്ള കത്തി കൊണ്ട് ഹൃദയത്തിന്റെ വിഴുപ്പ് നിറഞ്ഞ അഗ്രചർമ്മത്തെ അവൻ മുറിച്ചു മാറ്റി. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. അങ്ങനെ ഉരിഞ്ഞു കളഞ്ഞു. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. എന്തുകൊണ്ടുള്ള പരിച്ഛേദന? വചനം കൊണ്ടുള്ള പരിച്ഛേദന. വചനം കൊണ്ടുള്ള പരിച്ഛേദന. വചനത്താലുള്ള പരിച്ഛേദന. വചനം കൊണ്ടുള്ള പരിച്ഛേദന. നോക്കണേ, അത് സംഭവിക്കുന്ന രംഗം നോക്കൂ. നമ്മൾ പറയും, ചില ആളുകൾക്ക് ദേഷ്യം വന്നപ്പോൾ, ഞാൻ ഇപ്പോൾ ഒരു ദൈവ പൈതലായിരിക്കുക, എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കണ്ട അല്ലേ? നീ ഈ കണക്കിന് പോയാൽ എൻ്റെ പഴയ സ്വഭാവം എന്ത് ചെയ്യും? എടുപ്പിക്കും. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പഴയ സ്വഭാവം ആവശ്യത്തിന് എടുക്കത്തക്ക രീതിയിൽ തേച്ച് ഉരച്ച് മിനുക്കി എടുത്തു വെച്ചേക്കാന്നോ? ഇവിടെ ആരും ഇല്ലയോ? പഴയ തോമാച്ചൻ, പഴയ സൂസപ്പൻ, പഴയ സൂസമ്മ ഉരച്ച് മിനുക്കി എടുത്തു വെച്ചിരിക്കുകയാണോ? സ്തോത്രം. ഈ വചനമെന്ന നല്ല നേർത്ത കത്തി കൊണ്ട് ഇങ്ങോട്ട് ഉരിഞ്ഞിറക്കി പഴയ നിയമത്തിലെ പരിച്ഛേദന കഴിച്ചേച്ച് ആമൻ ആ പരിച്ഛേദന ഭാഗം എടുത്തത് ആമൻ നീക്കം ചെയ്ത് കളയുന്നത് പോലെ, ഹല്ലേലൂയ, വചനമെന്ന മൂർച്ചയുള്ള കത്തി കൊണ്ട് ആ പഴയ മനുഷ്യന്റെ തൊലി ഇങ്ങോട്ട് ഉരിഞ്ഞിങ്ങോട്ട് എടുത്തു. നിങ്ങൾ കണ്ടിട്ടുണ്ട് കശാപ്പ് ശാലയിലൊക്കെ തൊലി പൊളിക്കുന്നത് കണ്ടിട്ടുണ്ടോ പ്രിയരെ? മക്കളെ കണ്ടിട്ടുണ്ടോ? തൊലി എന്ന് പറഞ്ഞാൽ പോത്തിൻ്റെയൊക്കെ തൊലിയൊക്കെ ഇരിക്കുന്നത് നല്ല കത്തിയും കൊണ്ട് നല്ല അറിയാവുന്നവന് അതിൽ ഇങ്ങനെ ഒരു ചെത്തും, പിന്നെ ഒരു വരിയും ഇങ്ങനെ വലിഞ്ഞ ഉടുപ്പൂരുന്നത് പോലെ എന്ത് ചെയ്യുന്നു? ഇതുപോലെ പഴയ തോമാച്ചനെ, പഴയ സൂസമ്മയെ, പഴയ ചിന്നമ്മയെ, സ്വോത്രം ക്രൂശിന്റെ മൂർച്ചയുള്ള കത്തി കൊണ്ട്, അവൻ വചനമെന്ന കത്തി കൊണ്ട്, ഹല്ലേലൂയ, ആ വചനത്തിന്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് ചെത്തി വരിഞ്ഞ് ഉരിഞ്ഞ് സന്തോഷത്തോടെ ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. ഉരിയപ്പെട്ടത് പിന്നെ ധരിക്കപ്പെടാൻ പറ്റത്തില്ല. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉരിയപ്പെട്ടത് ധരിക്കപ്പെടാൻ ഇനി കഴിയത്തില്ല. അവണ്ണമത്രേ വചനത്താൽ അത് ഉരിയപ്പെട്ടത്. സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രിയരേ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ, അപ്പം 4-ാമത്തെ പോയിന്റ്, ക്രിസ്തുവിൽ ആയ പൗലോസ് എന്ത് ചെയ്തു? പഴയ മനുഷ്യനെ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ വീണ്ടും ഒരു പരിച്ഛേദനയും കൂടെ ഏറ്റു. അത് ഹൃദയ പരിച്ഛേദനയാണ്. എന്നിട്ട് ആ മനുഷ്യനെ കുറിച്ച് 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ 5-ാമത്തെ പോയിന്റ് കൊടുത്തിരിക്കുന്നു, അവനിൽ വേരൂന്നി ആത്മീക വർധനവ് പ്രാപിച്ച. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ആ മനുഷ്യൻ ക്രിസ്തുവിലായപ്പോൾ അവനിൽ എന്ത് ചെയ്തു? വേരൂന്നി. ഈ അവനിൽ വേരൂന്നുക, വേര് എന്നുള്ള വിഷയം നമ്മൾ പഠിക്കാൻ പോയാൽ വൃക്ഷത്തിന് എന്തുണ്ട്? വേരുണ്ട്. വേര് നേരെയല്ലെങ്കിൽ, വേര് ശരിയല്ലെങ്കിൽ, വേരിന് പിടുത്തമില്ലെങ്കിൽ, വേര് എത്തേണ്ട നീർച്ചാൽ എത്തിയില്ലെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ നിപ്പ് കണ്ടാൽ അറിയാം. ആ വാക്യം വായിക്കുമ്പോൾ അവനിൽ വേരൂന്നി. സ്തോത്രം. ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? അപ്പോൾ അവനിൽ വേരൂന്നി എന്ത്? ആത്മീക വർധനവ് പ്രാപിച്ചു. സ്തോത്രം. ആമേൻ. അടുത്തത് ആമേൻ. എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാമത്തെ 9-ാം വാക്യത്തിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഹിതത്തിൻ്റെ മർമ്മമെന്നാണ്.
ഞാൻ വിസ്തരിക്കാതെ അങ്ങ് പറഞ്ഞങ്ങ് പോവുകയാണ്. ആറാമത്തത് എന്താണ്? സ്തോത്രം. ആറാമത്തത് അവൻ്റെ ഹിതത്തിൻ്റെ മർമ്മം. 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവനിൽ മുൻനിർണയിച്ച് അവൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം അവൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അപ്പോൾ നോക്കൂ, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. യേശുക്രിസ്തുവിൻ്റെ എൻ്റെ ദാസനായ പൗലോസിൽ ഹിതത്തിൻ്റെ മർമ്മമുണ്ടെന്ന്. സ്തോത്രം. ക്രിസ്തുവിലുള്ള ഒരാൾക്ക് എന്തുണ്ട്? അവനെക്കുറിച്ച് എന്തുണ്ട്? ദൈവത്തിൻ്റെ ഹിതമുണ്ട്. ഞാൻ ക്രിസ്തുവിലാന്ന് ഉറപ്പുള്ളവരൊന്ന് കൈ ഉയർത്താവോ? ഞാൻ എൻ്റെ പ്രസംഗം നിർത്താൻ പോവുകയാണ്. ആമേൻ. ക്രിസ്തുവിലാന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് ഒരു ദൂത് കൈമാറുന്നു, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്. ഒന്നും കൂടെ തെളിച്ച് പറയാം, കർത്താവ് ചുമ്മാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആരെയും വിളിച്ചിട്ടില്ല. പണ്ട് ഒരു സഭയ്ക്കകത്ത് പ്രശ്നം തീർക്കാൻ നേരത്ത് നേതാവ് വന്ന് പ്രശ്നം പരിഹരിക്കാൻ നേരത്ത് പറഞ്ഞു, കുറേ പേര് പറഞ്ഞു അവനെ സഭയിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്താക്കണം. അന്നേരം മൂത്ത നേതാവ് പറഞ്ഞു, പ്രശ്നപരിഹാരത്തിന് വന്ന ജഡ്ജ്മെൻറ്റിന് വന്ന ആൾ പറഞ്ഞു, സഹോദരന്മാരെ കളയണ്ട, നമുക്ക് പന്തലിടാനെങ്കിലും കിടക്കട്ടെ. സഭാഗോളിലെ പാപൊങ്ങിപ്പോകാതിരിക്കാൻ ദൈവം ആരെയും രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടില്ല. കർത്താവ് വിളിച്ചവരെ കുറിച്ചെല്ലാം കർത്താവിന് കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനെ കുറിച്ച് ശ്ലീഹ പൗലോസ് കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, വിളിയാലുള്ള ആശ ഇന്നത് എന്ന്. ഇന്നിവിടെ നിന്നുകൊണ്ട് പറയാൻ പറ്റുമോ? എന്നെ വിളിച്ച ദൈവത്തിന് എന്നെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്, എന്നെക്കുറിച്ച് ചില പ്ലാനുകളുണ്ട്. എൻ്റെ മോളെക്കുറിച്ച്, എൻ്റെ മോനെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. വിളിയാൽ ആശയുണ്ട്. അവൻ്റെ ഹിതത്തിൻ്റെ മർമ്മം. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ? ക്രിസ്തുവിലുള്ളവനെ കുറിച്ച് എന്തുണ്ട്? ദൈവത്തിൻ്റെ ഹിതമുണ്ട്. ആമേൻ. നിനക്ക് ആരുമില്ലെന്ന് ഇന്ന് മീറ്റിംഗ് ഇരുന്ന് പറയണ്ട, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്. തിരുഹൃദയത്തിൻ്റെ ഉൾത്തടത്തിൽ നിന്നെക്കുറിച്ച് ചില പദ്ധതികൾ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ നീ ചിന്തിച്ച സമയത്ത് അതിന് ചലനം വെളിപ്പെട്ടു എന്ന് വരത്തില്ല. ലാസറിൻ്റെ വീട്ടിൽ 1-ാം ദിവസം കഴിഞ്ഞും 2-ാം ദിവസം കഴിഞ്ഞും 3-ാം ദിവസം കഴിഞ്ഞും ജൂതന്മാരുടെ സകല ചിന്തകൾക്കും അപ്പുറമായി 4-മതൊരു ദിവസത്തിൽ യേശു അവിടെ വന്ന് തൻ്റെ പ്രവൃത്തി ചെയ്തെങ്കിൽ, ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ സമയത്ത് വിശ്വസിക്കുന്ന കുടുംബങ്ങളിൽ, വിശ്വസിക്കുന്ന വ്യക്തികളിൽ കർത്താവ് വെളിപ്പെടുത്താൻ ശക്തനെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ദൂതായി ഹൃദയത്തെ തൊട്ട് ആലോചന പറയുക. ഏറ്റെടുത്ത് അല്പനേരം ആരാധിച്ചാട്ടെ. ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിപ്പാൻ അവൻ നിയോഗമുള്ളവർ ചേർത്ത് ദൈവത്തെ ആരാധിച്ചേ. ഉഡാരാബന ഹതര ഭൗഷര ദരഗൽ ഗമന ഗഡഗ മനാദന ഹതരാദന അംദര വൈഡവരം ദരഗൽ കബരം ദര ഭൗഡവ ജാലകരം ദര ഗട്ടമനം ദര ഭൗഡാരം ദാദാന വൈഡവരം ദ ക്രിസ്തുവിലുള്ളവർ ആരാധിച്ചാട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യവും 7-ാം വാക്യവും 2 വാക്യങ്ങളാണ്. ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 7-ാം വാക്യത്തിൽ നിന്ന് പറയാം, വെളിപ്പാടുകളുടെ ആധിക്യം അവനിൽ. 1-ാമത്തെ വാക്യം ആദ്യം വെച്ച ഒന്ന് കാണിക്കാം. 1-ാമത്തെ വാക്യം,
ആമേൻ ഇങ്ങനെയാണ്. ആമേൻ, ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെ കുറിച്ചും പറവാൻ പോകുന്നു. കർത്താവിൻ്റെ ദർശനം, സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ക്രിസ്തുവിലുള്ളവരൊക്കെ കണ്ടത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ഹല്ലേലൂയ, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് യോഹന്നാൻ ഉണ്ടായപ്പോൾ ആദ്യം കിട്ടിയ വെളിപ്പാട് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. യേശു സപ്തമഹിമ പൂർണ്ണനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് യോഹന്നാന് കിട്ടിയത്. ഇവിടെ ആമേൻ സ്തോത്രം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയ വിധങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്ന വാക്കുണ്ട്. അത് ഇങ്ങനെയാണ്: ക്രിസ്തുവിലൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ ശരീരത്തോട് കൂടെയാണോ എന്ന് അറിയുന്നില്ല. സ്തോത്രം, ശരീരം കൂടാതെയാണോ എന്ന് അറിയുന്നില്ല. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഈ 3-ാം സ്വർഗം എവിടെയാണ്? അപ്പോൾ 1-ാം സ്വർഗമില്ലേ? 1-ാം സ്വർഗം എന്ന മേഘമണ്ഡലം, 2-ാം സ്വർഗം എന്ന നക്ഷത്രമണ്ഡലം, 3-ാം സ്വർഗം എന്ന സ്വർഗാദി സ്വർഗം. അവൻ ആ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഒരു പ്രത്യേക പ്രയോഗം കൂടെ അവിടെ കിടപ്പുണ്ട്. 2-ാമത്തെ വാക്യം വേഗം ഒന്ന് വായിക്കാമോ? 2-ാം വാക്യം വായിച്ചാട്ടെ. 3-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. ആ മനുഷ്യൻ, അടുത്ത വാക്ക്, പറുദീസയോളം എടുക്കപ്പെട്ടു. അവിടെ കാണുന്ന പറുദീസ കയറി എന്നതിനായി ഇറങ്ങി എന്ന് വരുന്നില്ലയോ എന്ന് എഫേസ്യ ലേഖനത്തിൽ കാണുന്ന പാതാള പറുദീസയല്ല. അവിടെ കാണുന്ന പറുദീസയോളം എടുക്കപ്പെട്ടു എന്ന് കാണുന്നതിനാൽ ഇത് സ്വർഗീയ പറുദീസയാണ്. ഈ പറുദീസ ഏതാണ്? 3-ാം സ്വർഗത്തിൻ്റെ അവനൊരു പ്രധാന ഭാഗമാണ്. അതിനെക്കുറിച്ച് പണ്ഡിതാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്. വേദപുസ്തകം അപഗ്രഥിക്കുന്നവർ, പഠിക്കുന്നവർ പറയുന്നത് ഇങ്ങനെയാണ്. ഈ പറുദീസ എന്ന വാക്ക് ഒരു മഹാരാജാവിൻ്റെ കൊട്ടാരം നിൽക്കുന്ന ആ ക്യാമ്പസിൽ ഒരു വിശാലമായ പൂന്തോട്ടമുണ്ട്, അതിന് മുൻവശത്ത് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയുള്ള ആ പൂന്തോട്ടത്തെ, ആ ചുറ്റുപാടിനെ എന്ന് വെച്ചാൽ കൊട്ടാരത്തിൻ്റെ മുൻപിലുള്ള പൂന്തോട്ടം, ആ കൊട്ടാരത്തിനും രാജാവിനും രാജമഹിമയ്ക്കും രാജ്യത്തിനും ഒത്തവണ്ണം ക്രമീകരിച്ച ആ പൂന്തോട്ടം, അവിടെ ഇറങ്ങി ഉലാവുന്നവന് മടുപ്പില്ല, അവിടെ ഇരിക്കുന്നവന് നല്ല സുഖമാണ്, അവിടെ കണ്ണിനിമ്പമാണ്, അവിടെ മനസ്സിന് സുഖമാണ്. ആ മനോഹരമായ പൂന്തോട്ടത്തിന് അതിനുപയോഗിക്കുന്ന വാക്കാണ് പറുദീസ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ പുരാതന സ്വർഗാദിനി സ്വർഗത്തിലെ മഹാദൈവത്തിൻ്റെ സത്യ കൂടാരത്തിൻ്റെ, നിത്യ കൂടാരത്തിൻ്റെ മുൻപിലുള്ള ആ മനോഹരമായ സ്വർഗത്തിലെ പൂന്തോട്ടം ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അവിടെയോളം ഈ മനുഷ്യൻ എടുക്കപ്പെട്ടു. എന്നിട്ട് കിട്ടിയതോ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ഹല്ലേലൂയ, സന്തോഷത്തോടെ ആമേൻ. ദൈവത്തിന് ഒന്ന് മഹത്വം കരേറ്റാമോ? യേശുക്രിസ്തുവിൽ ഒരാളായാൽ, ഇതൊക്കെ വിസ്തരിക്കേണ്ടതാണ്, അങ്ങ് ചുരുക്കി പറയുകയാണ്. യേശുക്രിസ്തുവിൽ ഒരാളായാൽ ആ ആൾ യേശു കർത്താവിൻ്റെ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കും. അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അവൻ കാണുന്ന കർത്താവിനെയാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവനെ ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് കാണുന്ന എത്ര പേരുണ്ടോ? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞവനെ ഇന്ന് ഈ ആരാധനയ്ക്കകത്തിരുന്ന് കാണുന്ന എത്ര പേരുണ്ട്? ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് സംബന്ധിക്കുന്ന ദൈവ പൈതലെ, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ആമൻ നിന്റെ കൂടെ ലോകത്തെ ജയിച്ചവൻ നിന്റെ കൂടെ, ശത്രുവിനെ ആയുധവർഗം വെപ്പിച്ചവൻ നിന്റെ കൂടെ, ജയാളിയായവൻ നിന്റെ കൂടെ, മരണത്തെ ജയിച്ചവൻ നിന്റെ കൂടെ, ആമൻ പാതാള ഗോപുരങ്ങൾ തകർത്തവൻ നിന്റെ കൂടെ. ആ ദൂതേറ്റെടുത്തുന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. എൻ്റെ കൂടെ വരുന്നൊരാഴ്ചവട്ടത്തിൽ ജീവിതം നയിക്കാൻ പോകുന്ന സഭാജനമേ, കേൾപ്പീൻ, നിങ്ങളുടെ കൂടെ. ഒറ്റക്കല്ല ബ്രദറെ, ഒറ്റക്കല്ല സിസ്റ്ററെ, ഒറ്റക്കല്ല അപ്പച്ച, ഒറ്റക്കല്ല അമ്മച്ചി, കൂടെ കുഞ്ഞെ, നിന്റെ കൂടെ. അടകമാന ഹതരഭൂഷ രതരഘടക പ്രൗഢരാധരഘടക.
എന്തുകൊണ്ട് അവനിൽ വസിക്കണം? യോഹന്നാൻ സുവിശേഷം 2:28 വാക്യം. അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ. യോഹന്നാൻ സുവിശേഷം 3:3-4 വാക്യങ്ങളിൽ സ്തോത്രം, അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവനാരും അങ്ങനെ പാപം ചെയ്യുന്നില്ല. സ്തോത്രം. നോക്കണം, യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 3-ാം ആമേൻ അതിൻ്റെ 9-ാമത്തെ വാക്യം. അവനിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. സ്തോത്രം. യോഹന്നാൻ്റെ ലേഖനമാണ്. യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 2-ാം വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ തന്നെ നടക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് കേട്ട ദൂതിന് മുമ്പിൽ ഏൽപ്പിക്കാം. പിതാവേ, പുത്രൻ മഹിമപ്പെടേണ്ടതിന് അടുത്ത് വരുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷകളെ ആശീർവദിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.